എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അതിനോടനുബന്ധിച്ച് തന്നെ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ ഇന്ന് തന്നെ അപ്പോസ്തോലന്മാർ എന്ന് സ്വയം ലേബൽ വെച്ച് അപ്പോസ്തോലൻ ചമഞ്ഞ് ഒരുപാട് ആർഭാടങ്ങളും വട്ടകാസങ്ങളും കാണിക്കുന്ന വളരെയധികം ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അതിൽ ചിലരുടെ എങ്കിലും പേരിൽ വലിയ വിവാദങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ഒരു ചിന്ത അനുസരിച്ച് നോക്കിയാൽ ഒരുത്തൻ അപ്പോസ്തലനാവുകയോ ഒരുത്തൻ പ്രവാചകനാവുകയോ, എന്തിനു പറയുന്നു, ഒരുത്തൻ സഭയിലെ ഒരു ഉപദേശി അഥവാ ഉപദേഷ്ടാവ്, ഉപദേശി എന്നാണല്ലോ ഏറ്റവും താഴ്ന്ന രീതിയിലാണല്ലോ വിളിക്കുന്നത്. ഇനിയിപ്പോ അത്യാവശ്യം ഒരുത്തൻ ഉപദേശിയാണെങ്കിൽ പോലും അവന്റെ ലക്ഷ്യം ആ ഉപദേശ പരിപാടി കൊണ്ട് ഈ ഭൂമിയിൽ മാന്യമായ ജീവിത സൗകര്യങ്ങളെല്ലാം കെട്ടിപ്പടുത്ത് സന്തോഷകരമായി ആള് കളിച്ചു പോകണമെന്ന ഈ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ. പിന്നെ അപ്പോസ്തലന്മാരുടെ കാര്യം പറയാനില്ലല്ലോ. കർത്താവ് പറഞ്ഞ കണക്കനുസരിച്ച് നോക്കിയാൽ ഇതിന്റെ എല്ലാം ഒന്നാമത്തെ തലപ്പത്ത് നിൽക്കുന്നതാണല്ലോ അപ്പോസ്തലൻ. അങ്ങനെ അപ്പോസ്തലൻ കളിച്ച് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും അപ്പോൾ തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മസിൽ പവറും മാൻ പവറും ഒക്കെ കളിക്കുന്ന ധാരാളം അപ്പോസ്തലന്മാരെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ കേരളം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പറയുന്നതൊന്നും അധികപ്പറ്റായി പോകാൻ പാടില്ലല്ലോ. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് സാമ്പത്തിക ബന്ധത്തോട് സമ്പത്തിനോടുള്ള ബന്ധത്തിൽ ഒരു അപ്പോസ്തലന്റെ മനോഭാവം എന്താണെന്ന് ഒന്ന് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്റെ മനോഭാവത്തെ കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനൊരു മാതൃകയായി ഞാൻ നിങ്ങളെ ഉദ്ധരിച്ച് കേൾപ്പിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ്. എല്ലാ അപ്പോസ്തലന്മാർക്ക് യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ടവരും അതിനുശേഷം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാരായിട്ട് മറ്റുള്ളവരാൽ സഭകളാൽ അയക്കപ്പെട്ടവരും സ്വയം അപ്പോസ്തലന്മാരായവരും ഏതു തരത്തിലായാലും എല്ലാവർക്കും പണം ആവശ്യമാണ്. ഭൗതിക സമ്പത്തില്ലാതെ ആർക്കും ഒന്നും തന്നെ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തനിക്കും സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വന്തമായൊരു മടിശീല ഉണ്ടാക്കി കിട്ടുന്നതെല്ലാം അതിന്റെ അകത്ത് നിക്ഷേപിച്ച് സ്വകാര്യ സ്വത്തായി കർത്താവ് ഒന്നും ചെയ്തില്ല. ആകെ കൂടെ സമ്പത്തെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് യൂദയെയാണ്, ഒരു ശിഷ്യനെയായിരുന്നു. അപ്പോൾ തന്നെ അനുഗമിച്ചിരുന്ന കുലീനത്വമുള്ളവരും സാമ്പത്തികമുള്ളവരുമായ പല സഹോദരിമാരും അവരുടെ സമ്പത്ത് കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവാക്കിയിരുന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കാൻ കഴിയും. അപ്പൊ സമ്പത്ത്, പണം എല്ലാവർക്കും ആവശ്യമാണ്. എങ്കിലും പണത്തെക്കുറിച്ച് കർത്താവിന് ഒരു മനോഭാവം ഉണ്ടായിരുന്നു. നമ്മളിവിടെ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ ഒരു മാതൃകയായി സ്വീകരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. പൗലോസിന് പണം ആവശ്യമുണ്ടായിരുന്നു, പത്രോസിന് പണം ആവശ്യമുണ്ടായിരുന്നു. പത്രോസിന് ജീവിത സാഹചര്യങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ ഒരു പ്രാവശ്യം കർത്താവ് പത്രോസിനെ കൊണ്ട് ചൂണ്ടയിട്ട് പിടിച്ച മീനിൽ നിന്നാണ് തനിക്ക് വേണ്ടിയും കൂടെ ടാക്സ് കൊടുപ്പിച്ചത്. അതിനു മുമ്പേ പത്രോസ് ഉപജീവനത്തിന് വേണ്ടി മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതെ വിഷമിച്ചപ്പോൾ വലിയൊരു മീൻകൂട്ടം പത്രോസിന്റെ വലയിൽ അകപ്പെടുത്തി കൊടുത്ത് കർത്താവ് പത്രോസിനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കാ പണത്തിന്റെ ആവശ്യമില്ലാത്തത്? എല്ലാവർക്കും പണത്തിന്റെ ആവശ്യമുണ്ട്. എങ്കിലും പണത്തെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ ഒരു പൊതു സമീപനം എന്താണെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഈ ലേഖനങ്ങൾ പല സ്ഥലത്തും നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങളെ അനുകരിപ്പീൻ, ഞങ്ങൾ കർത്താവിനെ അനുകരിക്കുന്നത് പോലെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഞങ്ങൾ കർത്താവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ അനുകാരികളാകുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് സംസാരിക്കുന്നത്. കൊരിന്ത്യർ ചെറിയ പുള്ളികളൊന്നും അല്ലെന്ന് മനസ്സിലാക്കണം. അവര് പൗലോസിനോടുള്ള ബന്ധത്തിൽ വലിയ വലിയ കളികളൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ലേഖനങ്ങളൊക്കെ അവരെ പ്രബോധിപ്പിച്ച് എഴുതുകയാണ്. ആ കൂട്ടത്തിൽ പൗലോസ് ആധികാരികമായി പറയുന്നു. പിന്നെയും നമ്മൾ
തെസ്സലോനിക്കക്കാരുടെ ലേഖനത്തിൽ 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്നുള്ള നിലയ്ക്ക് വലിയ അധികാര മനോഭാവത്തിലൊക്കെ ഇരിക്കാൻ ഞങ്ങൾക്ക് ആവുമെങ്കിലും ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഞങ്ങളെ അനുകരിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടതിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല, പണത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ബക്കറ്റും കൊണ്ട് പിരിവെടുക്കാൻ നടന്നില്ല, ഞങ്ങൾ രസീത് കുറ്റി അടിച്ച് പിരിവെടുക്കാൻ നടന്നില്ല, ഞങ്ങൾ വലിയ വലിയ പ്രൊപ്പഗണ്ടകൾ അടിച്ചിറക്കി, ബ്രോഷറുകൾ അടിച്ചിറക്കി, പ്രോജക്റ്റുകൾ ഉണ്ടാക്കി പണം പിരിക്കാനൊന്നും ഞങ്ങൾ നടന്നില്ല. പകരം എന്താ ചെയ്തത്? എനിക്കും കൂടെ ഉണ്ടായിരിക്കുന്നവരുടെ ഉപജീവനത്തിനു വേണ്ടി ഞങ്ങൾ രാപ്പകൽ വേല ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് സുവിശേഷം അറിയിച്ചതെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. എത്ര മണിക്കൂർ അവർ ജോലി ചെയ്തത്? രാപ്പകൽ അധ്വാനിച്ചു എന്നാണ്. രാവും പകലും അവരുടെ ഉപജീവന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അധ്വാനിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ദൈവിക സന്ദേശങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കാനുണ്ട്, ഈ പൗലോസിനെയൊക്കെ ആരാ പറഞ്ഞയച്ചത്? ദൈവം തമ്പുരാൻ നേരിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരിട്ടാണ് പൗലോസിനെ മിഷണറി വേലയ്ക്ക് പറഞ്ഞയച്ചതെന്ന് ഓർക്കണം. ഈ ലോകത്തിലെ സകലതും വാക്കുകളാൽ ചമച്ച ദൈവത്തിന് പൗലോസും പത്രോസും തോമാസും ഒക്കെ 10 രൂപയ്ക്ക് വേണ്ടി വിഷമിക്കുന്ന സമയത്ത് ഉണ്ടാകട്ടെ, പൗലോസിന്റെ പണസഞ്ചി നിറച്ച് നോട്ട് കെട്ട് കൂമ്പാരം കൂടട്ടെ എന്ന് കർത്താവിനൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്താ ഈ സകലത്തെയും വാക്കുകൊണ്ട് ചമയ്ക്കുന്നവന് ഒരു വാക്ക് പറഞ്ഞാൽ കുറച്ച് പണം ഉണ്ടായി കൊടുക്കത്തില്ലേ? എന്താ യേശു ചെയ്യാതിരുന്നത്? എന്നാൽ അപ്പോസ്തലന്മാർ അത് ചോദിച്ചോ? നീ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്ത് കുറച്ച് രൂപ ഇങ്ങോട്ട് താ, ഞാനിവിടെ നന്നായിട്ടൊന്ന് വേല ചെയ്യട്ടെ എന്ന് പൗലോസ് പറഞ്ഞോ? പത്രോസ് പറഞ്ഞോ? യോഹന്നാൻ പറഞ്ഞോ? അങ്ങനെ ആരും പറഞ്ഞതാണ് എഴുതിയിട്ടില്ല. അങ്ങനെ കർത്താവ് അവർക്ക് കൊടുത്തിട്ടുമില്ല. ഇവിടെ നോക്കൂ പ്രിയ സഹോദരങ്ങളെ, സാമ്പത്തികത്തോടുള്ള ബന്ധത്തിൽ അവരുടെ മനോഭാവം ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച്, ഇത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഇവിടെ അപ്പോസ്തലൻ കളിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പൊ നോക്കൂ, ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി ഉപജീവനത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിച്ചും കൊണ്ടാണ് അവർ സുവിശേഷം പ്രസംഗിച്ചത്. ഇനിയും സമ്പത്തിനോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 സമീപനങ്ങളാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഒന്ന്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. ഇത് പൗലോസ് തന്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ തന്റെ പ്രവർത്തനത്തിൽ രക്ഷയിലേക്ക് വന്ന ദൈവജനത്തിന്റെ പിൻബലത്തിനു വേണ്ടി, അവർക്കൊരു ആത്മബലത്തിനു വേണ്ടി എഴുതുന്ന പ്രബോധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ, അതിൽ കൂടുതൽ വെട്ടിപ്പിടിക്കാൻ പോകുന്നവർ മറ്റ് പല പല പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടും. ദ്രവ്യാഗ്രഹം സകല പ്രശ്നങ്ങൾക്കും കാരണമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. രണ്ടാമത്തെ ഒരു ചിന്ത, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണ്. ഇത് രണ്ടും സാമ്പത്തികത്തോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ അടിസ്ഥാനപരമായ 2 കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. രണ്ടാമത്തേത്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. അപ്പൊ ഈ അടിസ്ഥാന തത്വങ്ങളെ പോലെ പൗലോസ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ സമയം വരുമ്പം തരം കിട്ടുന്നിടം പോലെ കാശിന് വേണ്ടി എങ്ങനെയും മറിഞ്ഞ് എങ്ങനെയും തിരിഞ്ഞ് ഏത് വേഷം കിട്ടും നടത്തി പൗലോസ് നിൽക്കുമോ? യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്നുള്ള നിലയ്ക്ക് തന്റെ അഭിമാനത്തിനൊരു കോട്ടവും തട്ടാതിരിക്കാൻ, തന്റെ എന്ന് പറഞ്ഞാൽ തന്നെ അയച്ച കർത്താവായ യേശുവിന്റെ നാമത്തിന് തന്റെ ജീവിതത്തിൽ കൂടെ, തന്റെ പ്രവൃത്തിയിൽ കൂടെ, തന്റെ ചിന്തകളിൽ കൂടെ ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ പൗലോസ് അങ്ങേയറ്റം ബദ്ധശ്രദ്ധനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത പ്രേരണകൾക്കനുസരിച്ചാണ് പ്രബോധനങ്ങൾ നടത്തിയിരുന്നത്.
ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇനി പൗലോസിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു. മറ്റുള്ളവർക്ക് തന്നെ അനുകരിപ്പാൻ ഒരു മാതൃകാപരമായ ജീവിതം പൗലോസ് കാഴ്ചവെച്ചു. എല്ലാ അപ്പോസ്തലന്മാരും അങ്ങനെ കാഴ്ചവെച്ചിട്ടുണ്ട്, യൂദ ഒഴിച്ച് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം യൂദായുടെ സ്വഭാവം മാത്രം ആരും അനുകരിക്കണ്ട, ബാക്കി യോഹന്നാന്റെ സ്വഭാവം അനുകരിക്കാം, പിന്നെ പത്രോസിന്റെ വേണമെങ്കിൽ സ്വഭാവം അനുകരിക്കാം, പിന്നെ പൗലോസിന്റെ അനുകരിക്കാം. എന്നാൽ ഇതൊക്കെ അനുകരിപ്പീൻ എന്ന് ആധികാരികമായി പറഞ്ഞത് പൗലോസാണ്. പൗലോസ് പറയുന്നതിന് കാരണമുണ്ട്. അപ്പൊ നമ്മൾ ഈ ധനത്തോടുള്ള ബന്ധത്തിലാണല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ പൊതുവായ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. അപ്പോസ്തലത്വം എന്ന് പറയുന്നത് അഥവാ സുവിശേഷ വേല എന്ന് പറയുന്നത് വലിച്ചു വാരി കൂട്ടി വെട്ടിപ്പിടിച്ച് ഇങ്ങോട്ടെന്ന് പറഞ്ഞത് തൂമ്പയുടെ സ്വഭാവം അനുസരിച്ച്. ഒരാൾ പറഞ്ഞ രസകരമായ ഒരു ഉദാഹരണമാണ് തൂമ്പ കൊണ്ട് വലിച്ചാൽ അതെല്ലാം ഇങ്ങോട്ടെന്നല്ലാതെ ഒരിക്കലും അങ്ങോട്ടില്ലല്ലോ. അപ്പൊ ഈ തൂമ്പയുടെ സ്വഭാവം പോലെ എല്ലാം ഇങ്ങോട്ടെന്നും പറഞ്ഞ് കിട്ടുന്നതെല്ലാം വലിച്ചു വാരി കൂട്ടി വെച്ച് തിന്ന് കുടിച്ച് സുഖിച്ച് മതിച്ച് ആള് കളിച്ച് നടക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പും ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയയും സ്തോത്രവും പറഞ്ഞ് നടക്കുന്ന സർക്കസ് കളി അല്ല സുവിശേഷീകരണം. ഇത് എന്റെ നിഗമനമാണ് ഞാൻ പറഞ്ഞത്. പൗലോസ് പറഞ്ഞതിനേക്കാളൊക്കെ വ്യത്യസ്തമാണ് എന്റെ വാക്കുകൾ. ഇതത്ര നല്ല വാക്കുകളൊന്നും ആയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങനല്ല, വെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് കൂട്ടുന്നതല്ല സുവിശേഷം. മറിച്ച് ഉള്ളതെല്ലാം ഇവിടെ കയ്യിലിരിക്കുന്നതെല്ലാം കർത്താവായ യേശുവിന് വേണ്ടി ദൂരെ കളഞ്ഞിട്ട്, കയ്യിലുള്ളതെല്ലാം കർത്താവിന് വേണ്ടി ദൂരെ കളഞ്ഞിട്ട് പുതിയത് കർത്താവിൽ നിന്ന് നേടാൻ, ആത്മീകമായ സമ്പത്ത് അനുഭവിപ്പാൻ, ആത്മീകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ബന്ധപ്പെട്ട് ഓടുന്ന ഒരു ഓട്ടമാണ് സുവിശേഷ വേല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതൊക്കെ ചുമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ പൗലോസിന്റെ തന്നെ ചില പ്രസ്താവനകൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കുറെ അധികം വേദഭാഗങ്ങൾ വായിക്കാനുണ്ട്. എങ്കിലും ഇവിടുത്തെ ഈ ഒരു ചെറിയ സന്ദർഭത്തിൽ ഒരു ചെറിയ ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ, ഫിലിപ്പിയർ 3:7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പിന്നെ അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. നേരത്തെ എണ്ണിയിരിക്കുന്നു, ഇപ്പോഴും എണ്ണുന്നു. പിന്നെ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. പിന്നെ ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യുന്നത്? ഇല്ലാത്ത കടലാസ് പദ്ധതികളെല്ലാം ഉണ്ടാക്കി, പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചാനലുകളൊക്കെ ഉണ്ടാക്കി, കപടതരമായ സൂത്രങ്ങളും ചട്ടത്തിന്മേൽ ചട്ടവും സൂത്രത്തിന്മേൽ സൂത്രവും അവിടെ അല്പം ഇവിടെ അല്പം എന്നൊക്കെ പറഞ്ഞത് മാതിരി സകല വിധങ്ങളായ പേക്കൂത്തുകളും സർക്കസുകളും കപട അഭ്യാസങ്ങളും കാണിച്ച് ആളുകളെ മലർത്തിയടിച്ച് അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് സൂത്രക്കാഴ്ച എന്ന സൂത്രക്കാഴ്ചയിൽ കൂടെ സ്വന്തമാക്കി ഒരപ്പോസ്തലൻ, പേരൊന്നും ഞാനിപ്പോ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, കേരളത്തിൽ തന്നെയാണ് ഒരു വലിയ അപ്പോസ്തലൻ, പല പ്രോജക്റ്റുകൾ ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ ഇദ്ദേഹത്തിന്റെ സഭയിലുണ്ട്, കൂടി വരാനുണ്ട്.
എല്ലാവരോടും പറഞ്ഞ് പണം പിരിച്ചു. 5000 രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ കൊടുത്തവരുണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പ്രോജക്റ്റുമില്ല, ഒരു പരിപാടിയുമില്ല, ആസ്ഥാനം തന്നെ പൊളിഞ്ഞ മാതിരിയായി. അപ്പോഴെന്ത് ചെയ്തു? കൊടുത്തവരൊക്കെ പണം തിരിച്ചു ചോദിച്ചു. അതിലെ ന്യായാന്യായങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പണത്തിന് വേണ്ടി ഇല്ലാത്ത സംവിധാനങ്ങളെല്ലാം, കുരുട്ടു മാർഗങ്ങളെല്ലാം ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു. പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ആളുകൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. പ്രോജക്റ്റുകളൊന്നും നടക്കുന്നില്ലല്ലോ, എന്നാ പിന്നെ ഞാൻ തന്ന കാശിങ്ങ് തിരിച്ചു തന്നാട്ടെ എന്നും പറഞ്ഞ ആൾക്കാർ ചോദിച്ചപ്പോൾ മട്ടും ഭാവമൊക്കെ മാറി. ആരുടെയിലാ കൊടുത്തത്? കൊടുത്തവനോട് മേടിച്ചോളുക. അങ്ങനെ ഓരോരുത്തർ, ഇതിലൊക്കെ പല പല ആളുകളുടെ കൂടിയാണ് ഇത് പിരിച്ചത്. അങ്ങനെ എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞു. അവസാനം ഈ പൈസ കിട്ടാതെ വന്നപ്പോ കുറെ പേരുടെ കൂടി എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയയിൽ ഒരു വേണ്ടാത്ത കിറുകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുത്തനുണ്ട്. അവനോട് പരാതി പറഞ്ഞ് ആ പുള്ളിയെ കൊണ്ട് വീഡിയോ ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ച് നാറ്റിച്ചു. ഇതൊക്കെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ ഇന്ന് കാണുന്നത്. വേറൊരു അപ്പോസ്തലൻ കോടിക്കണക്കിന് രൂപയുടെ ബജറ്റ് സംഘടിപ്പിച്ചു, അത് രൂപീകരിച്ചു. തന്റെ ലക്ഷ്യം തന്റെ ആസ്ഥാന മണ്ഡപം പണിയണം, വലിയ സഭാഹോള് പണിയണം, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ വേണം, എല്ലാത്തിനും കൂടെ എത്രയോ കോടികൾ വേണം. ഒരു അപ്പോസ്തലൻ 10 കോടി രൂപയിലധികം വില വരുന്ന വീടൊക്കെ പണിയിപ്പിച്ചിട്ടുണ്ടെന്നാണ് കുറച്ച് മുമ്പ് കാലം വരെ പ്രചരിച്ചിരുന്നത്. പുതിയൊരു അപ്പോസ്തലൻ ഏകദേശം അത്ര തന്നെയോ അതിൽ കൂടുതലോ വരുന്ന കെട്ടിടങ്ങൾ പണിയാനാണ് പുതിയ പ്ലാനൊക്കെ ഇട്ടിരിക്കുന്നത്. അതിന് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വേറൊരു അപ്പോസ്തലൻ, വടക്കേ ഇന്ത്യയിൽ പേരാണെങ്കിലും പുള്ളി കേരളത്തിൽ തന്നെയാണ് ഉള്ളത്, ആ അപ്പോസ്തലന്റെ ഒത്താശയോടുകൂടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണോ? നിങ്ങളെ യേശുക്രിസ്തുവാണോ അപ്പോസ്തലനാക്കി വെച്ചത്? യേശുക്രിസ്തുവിനാലാണ് എന്നെ അപ്പോസ്തലനാക്കി വെച്ചതെന്ന് നിങ്ങൾക്ക് തന്റെ ഇടത്തോടെ പറയാൻ കഴിയുമോ? എന്താ ഇവിടെ ഒരു മനുഷ്യൻ എന്താ പറയുന്നത്? അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയാൻ, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കാൻ ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. പിന്നെയോ എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നവൻ, അതുപോലെ തന്നെ സമൂഹത്തിൽ ധാരാളം സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നവൻ, മതപരമായ നിഷ്ഠയിൽ ജീവിച്ചവൻ, മതത്തിൻ്റെതായ ചട്ടക്കൂടുകൾക്കകത്ത് പ്രവർത്തിക്കാനുള്ള അധികാര ശ്രേണിയിൽപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും യേശുക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിപ്പാൻ, ഒന്നുകൂടെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിമ്പിലുള്ളതെല്ലാം മറന്നുകൊണ്ട് മുമ്പില് ലഭിക്കാനിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി ആഞ്ഞും കൊണ്ട് മുമ്പോട്ട് ഓടുകയാണ്. വല്ലവരുടെയും പോക്കറ്റിലിരിക്കുന്ന പൈസ ഏത് വിധേനയും പ്രോജക്റ്റുകൾ ഉണ്ടാക്കി, മറ്റേതെങ്കിലും തരത്തിൽ സംഘടിത സംവിധാനങ്ങൾ ഉണ്ടാക്കി സ്വന്തം ബാങ്കിലെ അക്കൗണ്ടിൽ മുതൽ കൂട്ടുവാനുള്ള വെമ്പൽ കൊണ്ട് നെട്ടോട്ടം ഓടുകയാണ് എന്നല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം അതൊന്ന് എത്തിപ്പിടിക്കാൻ, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോട് ഏകീഭവിച്ച് ക്രിസ്തുവിന് ലഭിക്കുന്നതായ നന്മകളുടെ അവകാശം പ്രാപിച്ച് ഇവിടുന്ന് കടന്നു പോകാൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ. തനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്നെണ്ണി. നമ്മൾ ഈ സുവിശേഷങ്ങളും ലേഖനങ്ങളും പഠിച്ചാൽ യേശുക്രിസ്തു ഉൾപ്പെടെ ഓരോ അപ്പോസ്തലനും ഈ ഭൂമിയിൽ എന്തെങ്കിലും ആസ്തികൾ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല. അവർ മറ്റുള്ളവരോട് അത് പറഞ്ഞിട്ടുമില്ല, മറ്റുള്ളവരോട് അത് പറഞ്ഞ് ചെയ്യിച്ചിട്ടുമില്ല. പൗലോസ് ധാരാളം സഭകൾ സ്ഥാപിച്ചു. ആ സഭകളെല്ലാം രണ്ടാമതും വിസിറ്റ് ചെയ്തു. അവർക്ക് സഭകൾ ഉണ്ടാക്കി, പാർസനേജ് ഉണ്ടാക്കി, പാസ്റ്റർക്ക് കാർ മേടിച്ചു കൊടുത്ത്, പിന്നെ അതിനകത്തൊരുത്തനെ ആ ഒരു സബ് അപ്പോസ്തലനാക്കി വെച്ചു. ആ അപ്പോസ്തലനും മറ്റു സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചു കൊടുത്തു. ഇത്തരം പരിപാടികളൊന്നും അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ പൗലോസ് ചെയ്തില്ല എന്ന് വിചാരിച്ച് ഈ സഭക്കാരും ദൈവത്തെ ആരാധിച്ചില്ലേ? എഫേസോസിലും കൊരിന്തിലും ഒക്കെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു കാണും. അവരൊക്കെ ദൈവത്തെ ആരാധിച്ചില്ലേ?
അവിടെ എവിടെയെങ്കിലും സഭാ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയതായിട്ട്, പള്ളി അരമനകൾ പണിത് സംവിധാനങ്ങൾ ഇവിടെ ബലപ്പെടുത്തിയതായിട്ട് എവിടെയും എഴുതിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തതായി കാണുന്നില്ല. അപ്പൊ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലൻ അഥവാ യേശുവിന്റെ അപ്പോസ്തോലന്മാർ, യേശുക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തോലന്മാർ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ തൂമ്പായുടെ സ്വഭാവം വെച്ചു പുലർത്തുന്നവരല്ല, മറിച്ച് അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. ഗലാത്യരുടെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഗലാത്യർക്ക്: ഞാന് രക്ഷിക്കപ്പെട്ട് 3 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ യെരുശലേമിൽ അവിടെയുള്ള ശ്രേഷ്ഠ അപ്പോസ്തലന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ബർന്നബാസ് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജാതികളായ ജനതകളുടെ ഇടയിൽ ചെയ്ത പ്രവർത്തനങ്ങളെ വിവരിച്ചു കേൾപ്പിച്ചപ്പോൾ പത്രോസിനും കൂടെ ഉള്ളവർക്കും വളരെ സന്തോഷമായി. അവർ കയറി കൈ കൊടുത്ത് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. ഈ നാളുകൾ വരെയും ഞാനത് പ്രായോഗികതയിൽ വരുത്തുവാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു പറഞ്ഞ പത്രോസ് ഉൾപ്പെടെയുള്ള കർത്താവിന്റെ ശിഷ്യന്മാർ അന്ത്യോക്യയിൽ വെച്ച് പൗലോസിനെയും ബർന്നബാസിനെയും കൂടെ മിഷണറി വേലയ്ക്ക് പരിശുദ്ധാത്മാവ് വേർതിരിച്ച് പറഞ്ഞയച്ചപ്പോൾ സഭ അവരുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ കുറെ പണക്കിഴി കെട്ടി അവർക്ക് പൊക്കണമായിട്ട് തോളെ വെച്ചു കൊടുത്തൊന്നും എഴുതിയിട്ടില്ല. ചെല്ലുന്നിടത്തൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ ഓരോരോ സ്ഥലത്തും അവിടെ ഉണ്ടായിരുന്ന പ്രമാണപ്പെട്ട ആളുകൾക്ക് ലേഖനങ്ങളൊന്നും കൊടുത്ത് കത്തുകളൊന്നും കൊടുത്ത് അയച്ചിട്ടില്ല. പ്രശസ്തി പത്രങ്ങൾ ഒന്നുമില്ല. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. അവർ സെലൂക്കിൽ നിന്ന് കപ്പൽ കയറി പാഫോസിലേക്ക് പോയി. അവിടുന്ന് അങ്ങ് പിസിദ്ധ്യാ ദേശത്തിലെ അന്ത്യോക്യയോളം പോയി. അടിയും ഇടിയും തൊഴിയും എല്ലാം കൊണ്ടു. ഇവരെ പറഞ്ഞയച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞയക്കുന്നവന് സുവിശേഷ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാം. പല പ്രാവശ്യം പട്ടിണി കിടന്നതായിട്ട് ഈ പൗലോസ് എഴുതിയിട്ടുണ്ട്. എന്താ പൗലോസ് വിചാരിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് രൂപ ഉണ്ടാക്കി ആ പണം കൊടുത്ത് നല്ല ആഹാരമൊക്കെ മേടിച്ച് തിന്ന് നല്ല ഡ്രസ്സും ഒക്കെ മേടിച്ച് ധരിച്ച് നടന്നുകൂടെ? പിന്നെ എന്താ ഇതിന്റെ അകത്ത് നഗ്നത, ആപത്ത്, പൈതാഹം, പട്ടിണി എന്നൊക്കെ എഴുതിയിരിക്കുന്നതിന്റെ കാര്യം എന്നാ? ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ടാണ് ഈ പൗലോസ് പറയുന്നത്? പൗലോസ് ഒരു സഭക്കാർക്ക് ലേഖനം എഴുതിയപ്പം നിങ്ങളുടെ ആരെങ്കിലും വല്ലതും വഞ്ചിച്ചെടുത്തോ പറ, ഞാൻ തരാമെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമായിട്ട് നിങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, നിങ്ങളുടെ ഞാൻ അന്യായമായി വാങ്ങിയതുണ്ടെങ്കിൽ പറ, ഞാൻ തിരിച്ചു തരാമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു വെല്ലുവിളി സ്വരത്തിൽ പറയാൻ കഴിയുമോ? നിങ്ങളുടെയൊക്കെ മുട്ടുംകാല് വിറയ്ക്കും. അപ്പൊ കാണാം പിള്ളേരെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പൊരിക്കുന്നു. എന്നാൽ ഇവിടെ അങ്ങനല്ല, ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. പൗലോസ് അങ്ങനെ 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കത്തിൽ പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് 2-3 മണിക്കൂറൊന്നും വലിച്ചു നീട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല. എന്റെ സഹോദരങ്ങൾക്ക് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന കുറെ ആയിരങ്ങൾ ഉണ്ട് ഈ ഭൂമിയിൽ. അപ്പൊ അവരൊക്കെ ഇത് കേൾക്കും, അവരൊക്കെ ഇതിന് അംഗീകാരമുണ്ട്, അവര് മനസ്സിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ അവരെ ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ഇതിൽ പെടാത്തവരും, ഇതൊരു പബ്ലിക് പ്രൊഫൈൽ ആയതുകൊണ്ട് ധാരാളം ആളുകൾ ഇത് വായിക്കും, ഇത് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പ്രിയമുള്ളവരെ, സമ്പത്തിനോടടുക്കുമ്പോൾ ഒരു അപ്പോസ്തലന്റെ സമീപനം എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ കർത്താവിന്റെ അനുകാരികളായിരിക്കുന്നത് പോലെ ഈ സമ്പത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പീൻ എന്ന് പറയാനുള്ള ചങ്കൂറ്റം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുണ്ടായിരിക്കും. രണ്ടാമതായി, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവായ ഒരു പൊതുവായ നിഗമനം, ഒരു പൊതുവായ ഒരു സിദ്ധാന്തം അവർക്കുണ്ടായിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പിന്നെ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. ഇവിടെ അപ്പോസ്തലൻ കളിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നു,
നിങ്ങളുടെ അപ്പോസ്തലൻ യേശു ക്രിസ്തുവാണ് നിങ്ങളെ നിയോഗിച്ചതെങ്കിൽ ഈ ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനോഭാവമാണോ നിങ്ങൾക്കുള്ളത്? ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്, ഇനിയിപ്പം മതി എന്ന് വിചാരിക്കുന്ന മനോഭാവമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ മിഷൻ വെച്ച് നോട്ടുണ്ടെന്നു നിങ്ങൾ സർക്കാരിന് ടാക്സ് കൊടുക്കാറുണ്ടോ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത കേട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ സഭയുടെ പാസ്റ്ററിനെ നികുതി വെട്ടിപ്പിന് സർക്കാർ വളഞ്ഞിട്ട് പിടിക്കാനുള്ള പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. സഭാ ഹോളും കോമ്പൗണ്ടും ഒക്കെ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തിരിക്കുകയാണെന്നൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായിട്ടാണ് നിങ്ങളെ അയച്ചതെങ്കിൽ ഇത്തരം വേലകളിലൊക്കെ നിങ്ങൾ കുടുങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ കർത്താവാണ് അയച്ചതെങ്കിൽ കർത്താവ് എന്താ പറഞ്ഞത്? കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീനെന്നല്ലേ? കൈസർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞോ? പിന്നെ നിങ്ങൾ എന്തിനാ പൂഴ്ത്തി വെക്കുന്നത്? നിങ്ങൾ എന്തിനാ കള്ളക്കണക്ക് ഉണ്ടാക്കുന്നത്? ഇവിടെ വേറൊരു വലിയ അപ്പോസ്തലനെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് കോടിക്കണക്കിന് നോട്ടും കെട്ടുകളുമായിട്ട് പോലീസ് പൊക്കിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ് നീയെങ്കിൽ നിന്റെ സമീപനം എന്തായിരിക്കും? ഇപ്പോഴത്തെ നിന്റെ സമീപനം എന്താണ്? ഒരു പരിചിന്തനത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും വേണ്ടി രാപ്പകൽ അധ്വാനിക്കാം. ഇനി രാപ്പകൽ അധ്വാനിച്ചില്ലെങ്കിലും നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കാം. എന്താ? അവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്ക്. അവരുടെ വിഷമ പ്രതിസന്ധികളിൽ അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കൂ. അങ്ങനല്ലേ? ഈ കയ്യിൽ ഒന്നുമില്ലാതെ പോയ സ്ഥലത്തും പൗലോസ് ബർണബാസും പിന്നീട് ശീലാസും ഒക്കെ സുവിശേഷം പ്രസംഗിച്ചെടുത്ത് ദരിദ്രരെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ അവർ ചെയ്തിരിക്കുന്നു. അപ്പോഴും അവര് ബാങ്ക് ബാലൻസ് ഒന്നും കൂട്ടി വെച്ചിട്ടില്ല. എല്ലാ ഉപദേശിമാരും പറയുന്ന പോലെ പൗലോസിന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം 5-6 പുസ്തകങ്ങളും ഒരു പഴയ പുതപ്പുമായിരുന്നു എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എനിവേ, ബാങ്ക് ബാലൻസ് ഒന്നുമില്ലായിരുന്നു, കോടിക്കണക്കിന്റെ ബജറ്റുകൾ ഒന്നുമില്ലായിരുന്നു. പുള്ളി ഓരിടത്തും വലിയ 8 നില 10 നില കെട്ടിടങ്ങളൊന്നും പണിതിട്ടില്ല. വലിയ സഭാകൾ ഉണ്ടാക്കി 10,000-കണക്കിന് ആളുകളെ ഇടിച്ചു കയറ്റി അതിന്റെ അകത്ത് ആള് കളിച്ചില്ല. ഇതൊന്നും ചെയ്തില്ല. നോട്ടെണ്ണാൻ മിഷൻ അന്വേഷിച്ച് പോയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അതുകൊണ്ട് വാസ്തവമായി യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വെളിപ്പെടും. രണ്ടാമത്, അപ്പോസ്തലന്റെ അടയാളം അവൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തന്റെ ജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവന് കാശുണ്ടാക്കാനല്ല, അവരുടെ ജനം അനുഗ്രഹിക്കപ്പെടാൻ, അവരെല്ലാവരും കോടീശ്വരന്മാരാകാനല്ല, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവർക്ക് ലഭിച്ച അവകാശം നിലനിർത്തത്തക്കവണ്ണം അവർ ആത്മീകമായി സമ്പന്നതയിലെത്താൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടി പോരാടി അധ്വാനിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചു, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ ഭൗതിക സമ്പത്തിനോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവർക്കും കൂടെ അനുകരിക്കാൻ ഒരു മാതൃകയുള്ളവനായി ജീവിക്കും. അത് അവര് മറ്റുള്ളവരുടെ എപ്പോഴും പറയാൻ അത് അവർക്ക് ഒരു പ്രശംസയായിരിക്കും. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ കളിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഗുണ്ടായിസ പണികളും വാഗ്വാദങ്ങളും തർക്കങ്ങളും കോടതി വഴക്കുകളും വെല്ലുവിളികളും എല്ലാം മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി താഴോട്ട് ഇറങ്ങി വരാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് ലാഭമാക്കി ഉണ്ടാക്കിയതെല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ട് വെറുതെ കളയണ്ട. സാധുക്കൾക്ക് അതെല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായും സ്വസ്ഥമായും ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ ചോദ്യങ്ങളുടെ മുമ്പിൽ എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.